കോൺഗ്രസിന്റെ കരുത്തിറ്റ പോരാളി ആരാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ സാധിക്കും അത് മാങ്കൂട്ടമാണ് എന്ന്. മുതിർന്ന നേതാക്കൾ മുതൽ യൂത്തന്മാർ വരെ അത് സമ്മതിക്കുന്നതുമാണ്. MLA ആയതിനു പിന്നാലെ കൊടിവെച്ച കാറിൽ മാത്രം വിലസുന്നവനായിട്ടല്ല മാങ്കൂട്ടത്തിനെ നമ്മൾ കണ്ടിട്ടുള്ളത്. പകരം നടു റോട്ടിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുന്നവനായിട്ട് കൂടിയാണ്. പാലക്കാട്ടു നിന്ന് തുടങ്ങി കഴിഞ്ഞ ദിവസം രാത്രിയിലും തന്നെ വളഞ്ഞിട്ട് പിടിച്ച പോലീസിനെ പോലും വിറപ്പിച്ചു നിർത്തിയ ഒറ്റ കൊമ്പനായി മാറുകയായിരുന്നു മാങ്കൂട്ടം. ശേഷം കണ്ണൂരിന്റെ CPM കോട്ടയിൽ മാങ്കൂട്ടം നടത്തിയ ഒരു ഒന്നൊന്നര പ്രസംഗമുണ്ട്. ആഭ്യന്തരം കൈയാളുന്നവന്റെ കൊക്കിലൊതുക്കി നിർത്തിയ പോലീസിനെ പഞ്ഞിക്കിട്ട ഒരു ഉഗ്രൻ പ്രസംഗമായിരുന്നു അത്. ആ രംഗങ്ങൾ ഒന്ന് കാണാം. പിന്നെ എന്നെ പറ്റി പറഞ്ഞു, ഞാനത് കാര്യമാക്കുന്നില്ല. എന്തോ വ്യാജനം നാണല്ലടാ നിനക്കൊക്കെ. 1.5 വർഷമായിട്ട് ഏത് വാഴയാടാ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി? 1.5 വർഷമായിട്ട് എനിക്കെതിരെ ഇവിടെയൊക്കെ DYFIയുടെ നേതാക്കന്മാർ കൊടുത്ത ഒരു കേസിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന എത്ര പോലീസാണ് അന്വേഷിച്ചത്? ക്രൈംബ്രാഞ്ചിനെ കൊണ്ടുവന്നില്ലേ? എത്ര കേരള പോലീസിനെ കൊണ്ടുവന്നു? ഇങ്ങനെ ഒരു നാണവും മാനവും ഇല്ലാതെ വ്യാജ 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 എന്ന് കരയാനല്ലാതെ ഒരു FIR എടുപ്പിക്കാൻ നിങ്ങളുടെയൊക്കെ ആഭ്യന്തര വാഴയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ഈ കരച്ചിലൊക്കെ സൗകര്യം പോലെ ചങ്ങാതി പിണറായിലെ വീട്ടിൽ വരുമ്പോ നിന്നെയൊക്കെ അകത്തേക്ക് കയറ്റുമെങ്കിൽ ഈ കരച്ചിലൊക്കെ അവിടെ കൊണ്ടുപോയി തീർത്താൽ മതിയെന്ന് എന്റെ വാക്ക് കേൾക്കുന്ന ആ ഇരുട്ടിൽ ഫ്ലക്സ് ബോർഡ് വെച്ചവന്മാരോട് പറയുക. ആ ബോർഡ് തകർക്കാൻ ഞങ്ങൾക്ക് അധികം സമയമൊന്നും വേണ്ട. ഇപ്പോ ഗാന്ധിയുടെ പ്രതിമ നിങ്ങൾ തകർത്തു. അതാ ഞാൻ പറഞ്ഞത്. പുറത്തുള്ള മാർക്സും ഉള്ളിൽ കിടക്കുന്ന ജവാനും കൂടെ ചേരുമ്പോഴാണ് ഗാന്ധിയുടേതാണ് അംബേദ്കറുടേതാണ് എന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്. അതുള്ളപ്പോ അമ്മയേതാ പെങ്ങളേതാന്ന് തിരിച്ചറിയാൻ പാടില്ലാത്തവന്മാരാണ് നമ്മളെ ഗാന്ധിയെ തിരിച്ചറിയണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഗാന്ധിയുടെ സ്തൂപം നിന്ന സ്ഥലത്ത് തന്നെ ശ്രീ K. സുധാകരൻ തറക്കല്ലിട്ട് അതേ മണ്ണിൽ തന്നെ ഗാന്ധിയുടെ സ്തൂപം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഒരുക്കുകയും ചെയ്യും, ഉയർത്തുകയും ചെയ്യും. പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ ആ ഗാന്ധി പ്രതിമ അവിടെ വന്ന് അനാച്ഛാദനം ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ തകർക്കാൻ പറ്റുമെങ്കിൽ തകർക്ക്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഗാന്ധി നിന്ന് നടത്തിയവന്മാർ, ഗാന്ധിജി നടത്തിയ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്ത പണമുണ്ട് പത്രം തുടങ്ങിയവന്മാരല്ലേ നിങ്ങൾ? അതുകൊണ്ട് ആ ഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം നിങ്ങൾ കാണിക്കുന്ന ഗാന്ധി നിന്ദയൊന്നും അത്ര വലിയ അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇവിടെ രാജ്യം ഒരു യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോ അതിർത്തിയിലെ എല്ലാ പ്രദേശത്തുമുള്ള മനുഷ്യന്മാർ ജീവഭയത്താൽ കഴിയുമ്പോ, അങ്ങനെ ജീവഭയത്താൽ കഴിയുമ്പോഴും നമ്മുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനോട് ഒരു കടുകുമണിയുടെ കോംപ്രമൈസ് പോലും ചെയ്യില്ല എന്ന് കരുതിക്കൊണ്ട് അതിർത്തിയിൽ ഒരു മനുഷ്യൻ പോലും മാറാതെ ഈ രാജ്യത്തെ വീരന്മാരായ സൈനികന്മാർ കണ്ണിമ ചുമ്മാതെ അതിർത്തിയിൽ കാവലിരിക്കുമ്പോ ഒരു രാജ്യം മുഴുവൻ ഈ രാഷ്ട്രത്തിന് വേണ്ടി, ഈ രാഷ്ട്രത്തിന്റെ പ്രിയപ്പെട്ട പുത്രന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതേ രാത്രിയിൽ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ സനീഷിന്റെ വീട്ടിലേക്ക് നിങ്ങൾ അക്രമം അഴിച്ചു വിട്ടില്ലേ? അതേ ദിവസം തന്നെയല്ലേ നിങ്ങൾ ഗാന്ധിജിയുടെ പ്രതിമ തകർത്തത്? എല്ലാം കഴിയുമ്പോ ഞാൻ നോക്കുമ്പോ ഫേസ്ബുക്കിനകത്ത് കുമാറിന്റെ ഒരു യൂട്യൂബർ, സ്ഥിരമായി ഗുണവധികാരം അടിക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് മെമ്പർ, ഒരു മുൻ MLA, അയാൾ വന്നിട്ട് പറയുക, അയ്യോ യുദ്ധമൊന്നും പാടില്ല, ഇത് മാനവരാശിക്ക് നല്ലതല്ല, രക്തം ചൊരിയാൻ പാടില്ല. ആരാ പറയുന്നത്? ഇവരുടെ ഒരു യൂട്യൂബർ, പ്രമുഖനായ യൂട്യൂബർ. അയാൾ പറയുകയാണ് രക്തം ചൊരിയാൻ പാടില്ല, മനുഷ്യ സ്നേഹത്തെ പറ്റി ഇങ്ങനെ കവിത രചിക്കുകയാണ്. ഈ മാന്യദേഹത്തിന്റെ ഫേസ്ബുക്ക് ഞാനൊന്ന് നോക്കിയപ്പോ പഹൽഗാമിന്റെ മണ്ണിൽ വിനോദസഞ്ചാരത്തിന് വേണ്ടി പോയ 29 ഇന്ത്യക്കാർ വെടിയേറ്റ് മരിച്ചു. പാകിസ്ഥാന്റെ തീവ്രവാദികളുടെ, പാകിസ്ഥാൻ പട്ടാള സ്പോൺസർ ചെയ്യുന്ന തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചു. ഈ അഭിനവ മാനവ സംരക്ഷകന്, ഈ അഭിനവ മനുഷ്യ സ്നേഹിക്ക് പഹൽഗാമിലെ ഭീകരാക്രമണത്തെ പറ്റി ഒറ്റ വരിയുടെ അപലപനം പോലും ഉന്നയിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ രാജ്യത്തെ സാധാരണക്കാരായ 29 മനുഷ്യന്മാർ കൊല ചെയ്യപ്പെട്ടതിനെ പറ്റി ഒരിട്ട് കണ്ണീര് ഈ അഭിനവ മനുഷ്യ സ്നേഹിക്കില്ല. പക്ഷേ ഭാരതം, ഇന്ത്യ മഹാരാജ്യം അതിർത്തിക്ക് അപ്പുറത്തേക്ക് കടന്ന് പാകിസ്ഥാന്റെ തീവ്രവാദ ബന്ദികളിൽ കഴിയുന്ന തീവ്രവാദികളെ കൊന്നപ്പോ ആ രാത്രിയിൽ തന്നെ ഈ അഭിനവ യൂട്യൂബർ ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ്? നിങ്ങൾ മാനവ സ്നേഹത്തെ പറ്റി സംസാരിക്കണം, യുദ്ധങ്ങൾ പാടില്ല. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, പ്രിയപ്പെട്ട നേതാവേ, ഈ രാജ്യം ഇങ്ങനെ അതിർത്തിയിൽ കണ്ണീര് ചുമ്മാതെ കാവൽ നിൽക്കുമ്പോ, ഈ രാജ്യം ഒരു യുദ്ധമുണ്ടായാൽ ഈ നാട്ടിലെ ഓരോ പൗരനും ഈ രാജ്യത്തിന് വേണ്ടി പോരാടുവാൻ തയ്യാറായി നിൽക്കുന്ന അതേ ദിവസം നിങ്ങളുടെ മലപ്പട്ടത്തെ CPM-ന്റെ കുറേയേറെ MPകൾ എന്താ ചെയ്തത്? അവന്മാര് ഉള്ളിൽ കിടക്കുന്ന ജവാന്റെ ബലത്തിൽ ഗാന്ധിയുടെ പ്രതിമ തകർക്കാൻ പോയില്ലേ? സനീഷിന്റെ വീട് നേരെ അക്രമം അഴിച്ചു വിട്ടില്ലേ? ഇതൊന്നും എഴുതി തരണ്ട.
എഴുതി തന്നിരിക്കുന്നത് മലപ്പെട്ട സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരായിട്ടുള്ള 2 ചങ്ങാതിമാരാണത്രേ ഈ അക്രമമെല്ലാം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇത് ഇപ്പോഴല്ല എഴുതി തരേണ്ടത്. ഒരു 8 മാസം കഴിയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് വരും. ആ ഗവൺമെന്റ് വരുമ്പോൾ ഈ സഹകരണ ജീവനക്കാരന്മാരെ നമ്മൾ കൈകാര്യം ചെയ്യും. അന്നേരം എഴുതി തന്നാൽ മതി. അന്നേരം നോക്കി വെച്ചിട്ട് തന്നെ നമുക്കതിന്റെ കണക്ക് തീർക്കാം. നിയമപരമായിട്ടുള്ള കണക്ക് തീർപ്പിനെ പറ്റിയാണ് പറയുന്നത്. അതല്ലാതെ കണക്ക് തീർക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ എത്രയേറെ CPM-ന്റെ ഓഫീസുകൾ ഉണ്ടായിരുന്നു, എത്രയേറെ CPM-ന്റെ കൊടിമരങ്ങൾ ഉണ്ടായിരുന്നു. എന്താ ചങ്ങാതിമാരെ CPM-കാരെ നിങ്ങളുടെ വിചാരം? നിങ്ങളുടെ കൊടിമരം കാറ്റത്താടാത്ത കൊടിമരമാണ്. നിങ്ങളുടെ കൊടിമരം ഞങ്ങൾ പിഴുതാൽ പിഴാത്ത കൊടിമരമാണ് എന്ന വല്ല തെറ്റിദ്ധാരണയും നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു അജണ്ട ഞങ്ങൾക്കില്ല. പണ്ട് നിങ്ങളുടെ നേതാവ് പറഞ്ഞതുപോലെ നിങ്ങളും കൊല്ലപ്പെടാൻ പാടില്ല, ഞങ്ങളും കൊല്ലപ്പെടാൻ പാടില്ല, നിങ്ങളും കല്ലെറിയാൻ പാടില്ല, ഞങ്ങളും കല്ലെറിയാൻ പാടില്ല എന്ന തീരുമാനം എടുത്തതുകൊണ്ടാ. അതല്ലാതെ ആ മേളില്, ആ കടയ്ക്ക് മേളിൽ 20 പേര്, ഇവിടെ നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ ഈ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ ആഞ്ഞൊന്ന് തുമ്മിയാൽ തെറിച്ചു പോകുന്ന ആ 20 എംബോക്കികളെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. എന്നിട്ടാണ് വീടുന്നതാണോ? വീടുന്നതാ. അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം സംവദിക്കാനുള്ളതാണ്, ജനാധിപത്യപരമായ രാഷ്ട്രീയം പറയാനുള്ളതാണ്. അത് കൈക്കരുത്തുകൊണ്ട് നേരിടാനുള്ളതല്ല എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാ ഇപ്പൊ ഞങ്ങൾ ആളുകളെ എത്രയാ കൂടുതൽ, ആ ആളുകൾ കൂടുതലുള്ളതിന്റെ അഹങ്കാരവുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ പുറകെ വരുന്നുണ്ടോ? അങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ പുറകെ വന്ന താങ്ങും. നിങ്ങളൊരു വിചാരമുണ്ട്, നിങ്ങളെന്തോ വലിയ പാർട്ടി. എന്റെ പുന്നാര ചങ്ങാതിമാരെ, നിങ്ങൾ ഈ പാർട്ടി കളിച്ച് ഇന്ന് കേരളത്തിന്റെ ഒരു ഇട്ടാവട്ടത്ത് മാത്രമുള്ള ഒരു പ്രാദേശിക പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ അഭിനവ യൂട്യൂബർ. അതിനുശേഷം ഇന്നലെ ഒരു ചാനലുകാർ ചോദിച്ചു, അല്ല മലവട്ടത്തെ സംഭവമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളെ പരിഹസിച്ചിട്ടുണ്ടല്ലോ, എന്താ പറയാനായിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇമാതിരി അല്പത്തരത്തിലൊന്നും ഞാൻ മറുപടി പറയാറുള്ളതാണ്. ഞാൻ വിചാരിച്ചു അത് വെച്ച് അവസാനിപ്പിക്കുന്നു. ഇമാതിരി അല്പത്തരത്തിലൊന്നും മറുപടി പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ചങ്ങാതി 4 മിനിറ്റ് കരയുകയാണ്. കണ്ടു കാണുമല്ലോ, 4 മിനിറ്റ് ആയിരുന്നു ചങ്ങാതിയുടെ കരച്ചിൽ. ആ ചങ്ങാതി വേറെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. എടാ, ഈ നാട്ടിൽ ഏറ്റവും അധികം മനുഷ്യന്മാരെ കൊന്നൊടുക്കിയ ഒരു പ്രത്യേക ശാസ്ത്രത്തിന് പേരുണ്ടെങ്കിൽ ആ പ്രത്യേക ശാസ്ത്രത്തിന്റെ പേര് കമ്മ്യൂണിസം എന്നാണ്. ഈ ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യന്മാരെ കൊന്നിട്ടുള്ള ഏറ്റവും വലിയ നരഭോജികളായ 3 പേരെ എടുത്താൽ അതിലെ അഡോൾഫ് ഹിറ്റ്ലർ ഉണ്ട്, ബെനറ്റോ മുസോളിനി ഉണ്ട്, മൂന്നാമതുള്ളത് നിന്റെയൊക്കെ പാർട്ടി ഓഫീസിലെ ചുമലിലിരിക്കുന്ന ചിത്രത്തിലെ നേതാവ് ജോസഫ് സ്റ്റാലിൻ അല്ലേടോ. ലോകത്തിലെ ഏറ്റവും അധികം മനുഷ്യന്മാരെ കൊന്നൊടുക്കിയിട്ടുള്ളത് നിന്റെയൊക്കെ ദക്ഷിണ കൊറിയയിലല്ലേ, നിന്റെയൊക്കെ ചൈനയിലല്ലേ, നിന്റെയൊക്കെ റഷ്യയിലല്ലേ? ഈ രാജ്യത്ത് നിങ്ങൾ അടക്കി ഭരിച്ച ബംഗാളിൽ എത്ര മനുഷ്യന്മാരെ കൊന്നൊടുക്കിയത്? മനുഷ്യന്മാരെ കൊന്ന് കുഴിച്ചുമൂടി, ചില മനുഷ്യന്മാരെ പച്ച ചെയ്യവരെ കുഴിച്ചു മൂടിയതിനു ശേഷം ഉപ്പ് വരലിട്ട് വെച്ചതിന്റെ കഥ പറഞ്ഞത് നിങ്ങളുടെ മുൻ മന്ത്രിയല്ലേ ബംഗാളിലെ? ഈ കണ്ണൂരിന്റെ മണ്ണിൽ നിങ്ങൾ എത്ര എണ്ണത്തിനെ കൊന്നത്? എത്ര മനുഷ്യന്മാരെ കൊന്നത്? ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ട ഷുഹൈബ് അടക്കം എത്ര പേരെയാണ് നിങ്ങൾ കൊന്നൊടുക്കിയത്? ആ കൊന്നവന്മാരിറങ്ങി സമാധാനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞാൽ അതിനെതിരായി കൃത്യമായി പ്രതികരിക്കുവാനുള്ള രാഷ്ട്രീയ ബോധം ഞങ്ങൾക്കെല്ലാം ഉണ്ട്. അതിന്റെ പേരിൽ ഏത് യൂട്യൂബർ എത്രയൊക്കെ കരഞ്ഞാലും ആ കരച്ചിലുകളൊക്കെ പിന്നെയും കേൾക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഞങ്ങൾ എത്രയോ കാലം മുമ്പ് ആ യൂട്യൂബർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ എന്തൊക്കെയോ ആയുധം എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്നേ അത്തരത്തിലുള്ള സമരങ്ങളെ എല്ലാം തള്ളി പറഞ്ഞിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ വല്ലാതെ വാളും പരിചയമായി വന്നപ്പോ പരിചയമെടുത്ത് ഈ നാട്ടിലെ പ്രവർത്തകരെ സംരക്ഷിച്ച NR-ന്റെയും കെ സുധാകരന്റെയും പാർട്ടിയുടെ ആ പാരമ്പര്യത്തിന് ഇപ്പോഴും ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്ന് കൃത്യമായി പുതിയ തലമുറയിലെ CPM-കാരന്മാർ ഓർക്കുന്നത് നല്ലതാ. ഞങ്ങൾ പക്ഷെ അങ്ങനെ ഒരു പരിചയം എടുക്കാൻ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇത്രയേറെ ആൾക്കൂട്ടമായി ഞങ്ങൾ ഇവിടേക്ക് വന്നപ്പോഴും നിങ്ങൾ ഈ പ്രകോപനമെല്ലാം ഉണ്ടാക്കിയപ്പോഴും ഞങ്ങൾ തിരിച്ചു പ്രതികരിച്ചില്ലല്ലോ. ഞങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങൾ താങ്ങില്ല എന്ന ഉത്തമമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്കില്ലെങ്കിൽ. അതുകൊണ്ട് ആ പണിക്ക് നിൽക്കാത്തത്.